യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരം അരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമ്മുടെ സഹോദരി ഷിജിയുടെ വിവാഹ ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവം ഇത്രയും കാര്യങ്ങൾ ഭംഗിയാക്കി ദൈവം നമുക്ക് നടത്തി തന്നു. ദൈവങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്നുവരെ ദൈവം അത്ഭുതകരമായി അവളെ പരിപാലിച്ച് നടത്തുവാൻ തക്കണമിടയായി. നാളുകളായി പ്രിയപ്പെട്ടവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് തക്ക സമയത്ത് ഇങ്ങനെയൊരു ബന്ധം കർത്താവ് കൊണ്ടുവരുവാൻ തക്കണമിടയായി. അവിടെ വിവാഹ ദിനത്തിലേക്ക് നാം കടന്നു വരുവാൻ സ്വർഗം നമ്മെ അനുവദിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരുടെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കി തന്നതോർത്ത് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് പ്രിയപ്പെട്ടവർക്ക് ഇപ്രകാരം നല്ലൊരു ഭാവി ജീവിതത്തെ ഒരുക്കിയതോർത്ത് ഈ മനോഹരമായ സുദിനം പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയതോർത്ത് അനുഗ്രഹത്തോടെ ദൈവം ദൈവം നടത്തിയതോർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, അനുഭവപരമായി ഇന്ന് രാവിലെ കർത്താവെ ഞങ്ങൾ അങ്ങേ നാമത്തെ ആശ്രയിച്ച് കർത്താവ് തീരുമാനിച്ച ഈ സുദർശനായ കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ മകൾ ശിശുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തോടെ കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ ആ വിവാഹത്തിനായി ഒരുക്കി കൊണ്ടുപോകാൻ കർത്താവ് രാവിലെ അതായിരിക്കുന്നു. നമ്മുടെ സാന്നിധ്യങ്ങളെ കർത്താവെ ഭരിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ആരോഗ്യത്തോട് സുഖത്തോട് വിദ്യാഭ്യാസം കൊടുത്ത് കർത്താവ് നല്ല മകളായിട്ടത്തോളം പരിപാലിച്ച കർത്താവ് നമ്മുടെ ഉദരം മുതലേയും കർത്താവ് പരിപാലനം നൽകിയവൻ കൃപയ്ക്കായി മകൾ അനുഗ്രഹിക്കപ്പെട്ട മകളായി കർത്താവ് നല്ല വലിയ കുടുംബം നയിപ്പാൻ കർത്താവിനെ അവളെ സഹായിക്കുന്നു. വിവാഹത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അത് അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതേ പ്രിയ മകനെ സഹായിക്കണമേ. അത് നമുക്ക് ദാമ്പത്യ ശക്തമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധിയിൽ ദാസന്മാരാൽ ഏറ്റവും മംഗളമായി മനോഹരമായി ശുദ്ധമായി നടത്തപ്പെടാൻ കർത്താവ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ കർത്താവ് ഞങ്ങളെ കടന്നു പോകുന്നു. കൂടെ ഇരിക്കണമേ കർത്താവെ. വഴിയിൽ സംഭവിക്കുന്ന നല്ല തിന്മകൾ കർത്താവ് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ അവിടുത്തെ ദാസന്മാരാ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ഭൂമിക്ക് നാഥനായ പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് കൂടെ ഇരുന്നാട്ട് എല്ലാ ശുശ്രൂഷ കർത്താവ് മാനിക്കണം. എല്ലാ കാര്യങ്ങൾക്കായി സ്തോത്രം. പ്രിയ ചേച്ചി ഓർക്കുന്നു, മറ്റെല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് പ്രത്യേക ദിവസം എല്ലാവരെയും കർത്താവ് മാനിച്ചാട് കർത്താവ് ഒരു മകൾ വിഷയമായി തീരുടെ കർത്താവ് ആമേ അബ്രഹാമ എന്റെ ദൈവത്തിൽ നാമത്തിൽ മകളെ ഇറങ്ങി കരവച്ചുള്ള സ്തോത്രം യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സംഗീതം നിന്റെ യാഗപീഠങ്ങൾ വീവൽ പക്ഷിക്കും ചെറുകുരിയിലും. ഒരു സംഗീതം നിന്റെ യാഗപീഠങ്ങൾ വീവൽ പക്ഷിക്കും ചെറുകുരിയിലും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ
ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവൻ. പരിശുദ്ധമായ നാമം ഈ പകലിൽ ധാരാളമായി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളുടെ പ്രിയ സഹോദരങ്ങൾ സിസ്റ്റർ ഷിജിയുടെയും ബ്രദർ അലക്സിൻ്റെയും വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടക്കുകയാണല്ലോ. വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. മഹാരാജാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നാം അനുഭവിക്കുകയാണ്. യേശു കർത്താവാണ് ഇന്ന് പകലിൽ ഈ രണ്ട് വ്യക്തിജീവിതങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. നിശ്ചയമായി ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ദൈവസന്നിധിയെ ഒരുമിച്ച് നമുക്ക് തലകൾ വണക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ തലകൾ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ ഷിജിയുടെയും അലക്സിൻ്റെയും വിവാഹ ദിനത്തിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. കർത്താവ് ഇന്ന് പകലിൽ അതേ ആത്മാക്കളെ കൂട്ടിച്ചേർക്കുന്ന ആത്മാഭാഗം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. എല്ലാ വിധത്തിലും ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷ പ്രിയ അലക്സിനെയും പ്രിയ ഷിജിയെയും ഇന്ന് പകൽക്കാലം ധാരാളമായി ആസ്വദിക്കണമേ. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നിന്റെ മക്കളുടെ മേലെ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവ് ബന്ധുക്കൾ, അതേ ചാർച്ചക്കാർ, കർത്താവ് സ്നേഹിതർ, അതേ അവരുടെ നല്ല അയൽവാസികൾ, അതേ കർത്താവ് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടും ദൈവകൃപയോടുമായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണം എന്നങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇനി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന അതെല്ലാവരും ക്ഷണിക്കപ്പെട്ട എല്ലാവരും സുരക്ഷിതമായി എത്രയും വേഗം എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കണം. കടന്നു വന്ന എല്ലാവർക്കുമായി നന്ദി. തുടർന്ന് കൂടിയിരുന്നാട്ട് ശുശ്രൂഷകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദിവസത്തിലായിരിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗായക സംഘം ആരംഭമായി ഗാനങ്ങൾ ആലപിക്കും. കർത്താവിന്റെ ദാസന്മാരെ ദേശം Yeah.
29 വയസ്സുള്ള ഷിജി ജോസഫും തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് വില്ലേജിൽ ചർച്ച് ഓഫ് ഗോഡ് പ്രയർ ടവർ ഇന്ത്യ സഭയിൽ കർമേൽ ഹൗസിൽ രാജന്റെയും എം മറിമയുടെയും മകൻ 34 വയസ്സുള്ള അലക്സും തമ്മിലുള്ള വിശുദ്ധ വിവാഹം മെയ് മാസം 25-ാം തീയതി 10:30 മണിക്ക് കേളകം AG സഭയുടെ നേതൃത്വത്തിൽ ഉജ്ജയിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും സഭയും കൂടി ആലോചിച്ച് ഇന്നേ ദിവസം 18/5/2006 വരന്റെ ഗൃഹത്തിൽ വെച്ച് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നവരും അറിയിക്കും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ വരനെയും വധുവിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് അവർ തനിയെ വരികയും ഈ സമയം സങ്കീർത്തനം വായിക്കും. നമുക്ക് 45-ാം സങ്കീർത്തനം വായിക്കും. 45. എൻ്റെ ഹൃദയം ശ്രീമതത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സംസ്ഥാനലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യന്മാരത് സുന്ദരൻ, ലാവണ്യവും നിന്റെ യാത്രമേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. പെരുന്നാളുവേ നിന്റെ വാൾ അടക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സമൃദ്ധിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങൾ നിനക്ക് ഉപദേശിക്കുമാറാകട്ടെ. നിരാസ്ത്രങ്ങൾ മൂർച്ചുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിനെ സ്വർഗനക്ഷത്ത് അവ തടയ്ക്കുന്നു. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അവർ ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കുട്ടികൾ പരമായി തന്നെ ആനത്തലി കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം നൂറും ചന്ദ്രവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീകളുടെ കൂടുതൽ രാജകുമാരനുണ്ട്. നിന്റെ വലത്തുഭാഗം രാജ്ഞി ഗോപീഠമൊക്കെ പഠിച്ചു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവിച്ചയക്കുക, സ്വജനത്തെയും നിരബുദ്ധിപ്പെടുത്തിയും മറക്കുക. അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തിൽ ആഗ്രഹിക്കും. അവർ നാഥനല്ലോ, നീ അവരെ നമസ്കരിച്ചുകൊള്ളുക. സ്വർഗവാസികൾ ജനത്തിന്റെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിമണിയാകുന്നു. വസ്ത്രം പൊൻകസമുള്ളത്. അവിടെ വസ്ത്രം ധരിപ്പിച്ച് രാഷ്ട്രീയ കൊണ്ടുവരും. അവിടെ ദുർബലായി കൂടെടുക്കുന്ന കന്യമാരെ അടുക്കൽ കൊണ്ടുവരും. അനുഗ്രഹീതമാകുന്ന ഈ നല്ല പകലിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുടെ വിവാഹ ദിനത്തിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവഭൃത്യന്മാരായി ദൈവജനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ആയുസിന്റെ കഴിഞ്ഞ നാളുകളിലെ കെടുതികളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച്, ദുരിതങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച്, ദുർഘടങ്ങളിൽ നിന്ന് വിടുവിച്ച്, കൺമണി പോലെ ഇന്ന് വരെ ഞങ്ങളെ പോറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് കർത്താവെ വിവാഹിതരാകുന്ന പ്രിയ ഷിജിക്കായി, ബ്രദർ അലക്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ആയുസിന്റെ ദിനങ്ങളിൽ അവർക്ക് ഈ ഭൂമിയിൽ കൊടുത്ത ജന്മത്തിനായി, അവർക്ക് കൊടുത്ത എല്ലാ നല്ല അനുഭവങ്ങൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. ആമേൻ. അവരുടെ അമ്മയുടെ ഗർഭത്തിൽ അവർ ഉരുവായപ്പോൾ മുതൽ അങ്ങ് അവരെ കണ്ട് അങ്ങയുടെ മഹാനാമത്തിന് വേണ്ടി അവരെ വിളിച്ച് ജീവിതത്തിലെ എല്ലാ കഷ്ടാനുഭവങ്ങളിൽ നിന്നും അങ്ങ് അവരെ വിടുവിച്ച് സമാധാനത്തിന്റെ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ അങ്ങ് അവർക്ക് ഭാഗ്യം കൊടുത്ത് ഇതുവരെ അവരെ സംരക്ഷിച്ച അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ശത്രു അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ അങ്ങ് അനുവദിച്ചില്ല. ശത്രുവിന്റെ കരം അവരുടെ മേൽ വരുവാൻ അവിടുന്ന് സമ്മതിച്ചില്ല. ജീവിതത്തിന്റെ വഴിത്താരകളിൽ അവർക്ക് തുണയായിരുന്നതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവരുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരെ ഇരുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഉയരത്തിലെ മഴ അവരുടെ മേൽ പെയ്തിറങ്ങുവാൻ കൃപ ചെയ്യണമേ. ഇന്ന് വരെ ഉണ്ടായിരുന്ന മനോഭാവത്തിൽ കൂടുതലായി അന്യോന്യം സ്നേഹിക്കുവാൻ കരുതുവാനുള്ള നല്ല കർത്താവെ മനസ്സവർക്ക് നൽകണമേ. അവരെ ദൈവസന്നിധിയിൽ ഒരുമിപ്പിച്ച് ചേർക്കുവാൻ വന്നിരിക്കുന്ന ദൈവവൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അങ്ങയുടെ മേൽ, ദാസന്റെ മേൽ അവിടെ നയിക്കണമേ. പ്രത്യേക അഭിഷേക
സഹോദരങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ അങ്ങയുടെ ഭൃത്യനെ സഹായിക്കണമേ. ഈ മീറ്റിംഗിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ വിശേഷമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാം നന്നായി നയിപ്പാൻ അങ്ങയുടെ ദാസന് കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലുള്ളതിനായി, ഈ കൂട്ടായ്മയുടെ നടുവിൽ അങ്ങയുടെ സാന്നിധ്യം ഉള്ളതിനായി സ്തോത്രം. ഈ ഓഡിറ്റോറിയത്തെയും പരിസരത്തെയും ശുദ്ധീകരിക്കണം. പ്രത്യേകം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്ര ചെയ്ത് ഇവിടെ വരുവാൻ കൃപ ചെയ്തല്ലോ. വഴിയിലെ ദുർഘടങ്ങളിൽ നിന്ന് വെടിവെച്ചല്ലോ. യാത്രയിൽ കൂടിയിരുന്നതിനായി സ്തോത്രം. ഇരുഭവനങ്ങളെ സൂക്ഷിച്ചതിനായി നന്ദി. ഇവിടെ വന്ന എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഈ തുടക്ക നിമിഷം മുതൽ അവസാന സമയം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരി ഷിജിയുടെയും പ്രിയ അലക്സിൻ്റെയും വിവാഹ ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന ഈ മനോഹരമായ ദിവസം ദൈവം നമുക്ക് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. മുമ്പായി ഒരു വാക്ക് ഷിജിയെക്കുറിച്ച് പറയുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഈ കളകം അസംബ്ലി സഭയിൽ ശുശ്രൂഷിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിൽ ഇവിടെ ശുശ്രൂഷിക്കുന്നു. ഞാൻ മുമ്പ് തന്നെ ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ബഹുമാന്യ ദൈവദാസൻ പരാതനായ പാസ്റ്റർ വി ജോസഫിൻ്റെയും ഏലിയാമ്മ ജോസഫിൻ്റെയും 6ാമത്തെ മകളായി പ്രിയപ്പെട്ടവർ ജനിച്ചു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, വിശേഷിച്ച് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഭാഗ്യം നൽകി. ദീർഘവർഷം ദൈവവേലയിൽ അധ്വാനിച്ച ഒരു ദേവദാസനായിരുന്നു പാസ്റ്റർ വി ജോസഫ്. എന്നാൽ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, വളരെ ആത്മീയ പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പ്രിയ ഷിജിയുടെ ജീവിതത്തിൽ നല്ലൊരു ആത്മീയ പശ്ചാത്തലം തന്നെ ലഭിച്ചിട്ടുണ്ട്. നിശ്ചയമായ നല്ല അനുഭവങ്ങൾ പ്രിയപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. പ്രിയപ്പെട്ടവർ ദൈവം നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല കഴിവുകൾ നൽകി, താലന്തുകൾ നൽകി. വിശേഷിച്ച് കേരളത്തിന് പുറത്തും വിവിധ ഇടങ്ങളിൽ വിവിധ നിലകളുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ, ജോലിയുടെ ബന്ധത്തിലൊക്കെ ആയിരിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു സഹോദരിയാണ് പ്രിയ ഷിജി എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ അഭിമാനിക്കുന്നു. നിശ്ചയമായും അലക്സിന് ലഭിക്കുന്നത് നല്ലൊരു പങ്കാളിയാണ്. വിശേഷ ദൈവവേലയിൽ അധ്വാനിക്കുന്ന പ്രിയ അലക്സിന് ഷിജിയെ പങ്കാളിയായി ലഭിച്ചത്, നല്ല തുണയായി ലഭിച്ചത് നിശ്ചയമായ അനുഗ്രഹമാണ്. വരും ദിവസങ്ങളിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ അവർക്ക് ശക്തമായി മുന്നേറുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വിധത്തിൽ നഷ്ടമെങ്കിലും മറ്റൊരു വിധത്തിൽ ദൈവവേലയ്ക്ക് അത് മുതൽക്കൂട്ടാണ്. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭവനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷം ഇന്ന് പകലിൽ വിവാഹിതരാകുന്ന ഇന്നത്തെ മുഖ്യ അതിഥികളിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരുമാണ്. പ്രിയ ഷിജി, പ്രിയ അലക്സ്. പ്രിയപ്പെട്ടവരെ രണ്ടുപേരെയും വിവാഹ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഇവരെ നമുക്ക് ഇന്ന് പകൽക്കാലം ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ ശശി ജോസഫിനെയും കുടുംബത്തെയും ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ മധ്യത്തിൽ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ കർത്താവിദാസൻ പാസ്റ്റർ ജസ്സൻവരാജ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിയായിട്ടും സൈഡിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട വരനോട് ഒരുമിച്ച് കടന്നു വന്ന ദൈവദാസന്മാരെ ഓർക്കുന്നു. വധുവരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. നീണ്ട വർഷങ്ങൾക്ക് അപ്പുറം ആമേൻ കണച്ചിയായിട്ടുള്ള ഈട്ടിമുട്ടിലെ ഭവനം ഞങ്ങൾക്ക് ഇവർക്കും വളരെ സുപരിചിതമായ ഭവനവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ വളരെ സ്നേഹബന്ധം പുലർത്തി വരുന്നതുമായ ഒരു ഭവനമാണ്. പ്രിയപ്പെട്ട മകൾ ഷിജിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവമക്കൾ എല്ലാവരും ഇരിക്കണം. ഒരു വിവാഹവേദി ആയതുകൊണ്ട് നിശ്ചലമായി ഇവിടെ ശ്വാസീകരണം വരനോട് ഒരുമിച്ച് തിരുവനന്തപുരത്ത് മണ്ഡലമനാടിന് കടന്നു വന്ന ആ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിദാസൻ വളരെ പ്രായമുള്ള ദൈവദാസനാണ്. അദ്ദേഹമാണ് ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 15 നിമിഷങ്ങൾക്ക് അറിയാതെ നമ്മുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിന് മുഖത്ത് കർത്താവിന്റെ ദാസൻ ഇപ്പോൾ മുൻപോട്ട് കടന്നു വരികയും ദൈവവചനത്തിന്റെ ശുശ്രൂഷ നിർവർത്തിക്കുകയും ചെയ്യും. അതിനാൽ ദൈവദാസൻ ക്ഷണിക്കുന്നു.
പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ദർഭത്തിലൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന ദേവദാസൻ ഇന്ന് വഴക്കാതെ ഈ ശുശ്രൂഷ നടത്തപ്പെടുവാൻ പോകുന്ന ദേവദാസന്, അതുപോലെ തന്നെ വാലിനും വധുവായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, അവരുടെ ബന്ധുസ്വാമികളായ ഈ ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദേവദാസന്മാരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന കഴിക്കുവാൻ കർത്താവ് നാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മളെല്ലാവരും വേദപുസ്തകത്തെക്കുറിച്ച് വളരെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ അതുകൊണ്ട് വലിയ ദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രമാകട്ടെ. വളരെ നമ്മൾ ദൈവത്തിനും പഠിക്കുന്ന കൂട്ടുകാരുടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് വേദപുസ്തകം എന്ന് പറയുന്നത് അതിൽ ഉൽപ്പത്തി പുസ്തകം, വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തോടുകൂടി ബന്ധത്തിലാണ് അത് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന പോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു വിഭാഗത്തോട് ബന്ധത്തിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നത്. ദേവദാസൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അത് ഈ വിഭാഗം ഇവിടെ നടന്നു കഴിഞ്ഞ് അടുത്തൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായ സന്ദർഭങ്ങളാണ് ദൈവത്തിന് സ്തോത്രമാകട്ടെ. ആദ്യമായി അത് ഈ വിഭാഗ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്നതായ ഈ വധുവരന്മാരോടുകൂടി ചില വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രമാകട്ടെ. ഇവരുടെ വിവാഹം ഇന്നിവിടെ നടക്കപ്പെടുന്നത് ഒരു നിഴലായ വിവാഹമാണ്. എന്നാൽ യഥാർത്ഥ പൊരുളായ ഒരു വിവാഹമുണ്ട്. അത് മധ്യാകാശത്തിൽ വെച്ച് കർത്താവ് തന്നെ സഭയുമായിട്ടുള്ളതായ വിവാഹമാണ്. അത് പിന്നാലെ ഞാൻ ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ സഹോദരങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ രണ്ട് കുടുംബത്തിൽ അതുപോലെ തന്നെ എനിക്ക് ഓർപ്പിക്കപ്പെടുവാൻ വളരെ കാര്യങ്ങളുണ്ട്. അത് പ്രിയ അലക്സ് എന്ന് പറയുന്ന ആ സഹോദരൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസത്തിലേക്ക് വരികയും അവർ കുടുംബമായി ദൈവത്തെ ആരാധിക്കുകയും മാത്രമല്ല അത് അലക്സിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സുവിശേഷ പ്രവർത്തകനായി താൻ മുൻപോട്ട് വരികയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രമാകട്ടെ. ഇന്നയോളം അങ്ങനെയുള്ളതായ ഒരു ജീവിത രീതിയിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അത് വളരെ ആവർത്തിച്ച് സന്തോഷിക്കുകയും കൂടെ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രമാകട്ടെ. അതുകൊണ്ട് ഇന്ന് പ്രകാരം ഈ വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ അത് വളരെ ദൂരത്തു നിന്നാണ് അത് ഞങ്ങളെല്ലാവരും ഈ അലക്സൊക്കെ എത്തിച്ചേർന്നത് എന്ന് ഓർക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വളരെ ശാരീരികമായ ക്ഷീണമുണ്ടെങ്കിലും മറ്റൊരു ഭാഗം ചിന്തിക്കുമ്പോൾ ഇത് വലിയ സന്തോഷത്തിൻ്റെ ഒരു സ്ഥിരമായി ഞാൻ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രമാകട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമാകട്ടെ. മറ്റൊരു കുട്ടിയോട് എനിക്ക് പറയുവാനുള്ളത്, കുടുംബസ്ഥനായി ജീവിക്കുന്നതായ അനേക കുടുംബക്കാരെ ഇവിടെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ് ഭാര്യഭർത്താക്കന്മാരായി കുഞ്ഞുങ്ങളായി ജീവിക്കുന്ന അനേകം കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് യഥാർത്ഥമായി പഠിച്ച് ദൈവത്തിന് പ്രകാരം ജീവിച്ച് ദൈവദാസങ്ങൾ പൂർണ്ണമായ ആലയങ്ങളുള്ള ദൈവദാസന്മാരുടെ ആരോഗ്യ ചോദിച്ച് ദൈവത്തിന്റെ പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ദൈവത്തിന് വേണ്ടി ശോഭിക്കുക മാത്രമല്ല. അതുകൊണ്ടാണ് ഒരു കുട്ടിയോട് എനിക്ക് പറയുവാനുള്ളത്, അത് വിഭാഗത്തിന് വേണ്ടി അന്തഭാഗത്തോടുകൂടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് സഹോദരി സഹോദരന്മാരെ. നല്ലൊരു വരനെ കിട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരു വിവാഹം നടത്താം, നല്ലൊരു വധുവിനെ കിട്ടി കഴിഞ്ഞാൽ ഒരു വിവാഹം നടത്താം എന്ന് ആലോചിക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമായി ജീവിക്കുന്നതായ ഒരു കുടുംബത്തിൽ നിന്നുള്ളതായ ഒരു പെൺകുഞ്ഞിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും ശുശ്രൂഷയുമുണ്ട് നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെടുന്നതിനെയായി ദൈവത്തിന് സ്തോത്രമാകട്ടെ. നാലാമത്തെ ഒരു കുട്ടിയെ കുറിച്ച് പറയുവാൻ ഞാൻ പിന്നാലെ ഉപയോഗിക്കുകയാണ്. അതിന് കുറിച്ചിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തു ആ കാര്യം ആവർത്തിച്ചു വന്നതായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അത് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കും എന്നല്ല, അവർ പട്ടതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യാംശങ്ങളിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു സ്ത്രീ മനസ്സിലാക്കിയിരിക്കണം, ഒരു പുരുഷന്റെ തേജസ്സായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ഒരു ആത്മീയമാകുന്ന അന്തരീക്ഷത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു തേജസ്സായി ശോഭിക്കപ്പെടുവാനും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. മാത്രമല്ല അവരുടെ ജീവിതത്തിനകത്ത് ഒരു പ്രമാണം പാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കുടുംബത്തിന് മാത്രമേ വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ സഭയുമാണ്. സഭ എന്ന് പറയുന്നത്
സ്നാനപ്പെട്ട് അഭിഷേകം വിശുദ്ധിയായി ജീവിക്കുന്ന ദൈവങ്ങളാണ്. അവർ അപ്പസ്തലന്മാരുടെ ഉപദേശിച്ചിട്ടും കൂട്ടാളിയായിട്ടും അപ്പം മുറുക്കി പ്രാർത്ഥന കഴിച്ച് വിശുദ്ധിയായി ജീവിക്കുന്ന ദൈവസഭയുണ്ടോ ദൈവങ്ങളുണ്ടോ അവർക്ക് മധ്യരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. കർത്താവ് തന്റെ സഭയുമായുള്ളതായ ആ ബന്ധത്തിൽ അവർ കാര്യത്തിലുള്ള സഹായിക്കുന്നതുകൊണ്ടുള്ളതായ വാക്കുകളോടുകൂടി ഞാനോട് സമയിക്കുന്നു. ഈ ഇത്രയും സമയം എനിക്ക് വെറുതിച്ചതായ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു പ്രാവശ്യമൂടെ എന്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് പ്രേരിച്ചോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വിവാഹിതരാകുവാൻ ഒരുക്കപ്പെട്ട ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ നേരത്തെ കണ്ടിരുന്നു. അതിന് പ്രകാരം ഇന്ന് മത്സരം ദൈവത്താൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുവാൻ ദൈവസംഘിലേക്ക് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, വിവാഹം എന്നാൽ എന്താ? അപ്പനെയും അമ്മയും വിട്ട് പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരും. അവർ മേലാൽ രണ്ടല്ല ഒന്ന് തന്നെ. ഇവർക്ക് ഒന്നായി തീരുന്ന ഒരു സുപ്രധാനമായ അനുഭവത്തിലേക്ക് ഇവർ കടന്നു വരുവാൻ പോകും. ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണമാണ് ഇവരെ തമ്മിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ പോകുന്നത്. മറ്റൊന്ന്, ദൈവം ഇവരെ യോജിപ്പിക്കുകയാണ്. ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവ് ആജ്ഞ ചെയ്യുമല്ലോ.